ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ സീരീസിൻ്റെ ആറാമത്തെ പാർട്ടാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്, ഫാക്ടേഴ്സിനെ പറ്റി തന്നെയാണ്. സോ ഫാക്ടേഴ്സ് ഇപ്പം നമ്മൾ 4 എന്ന് പറഞ്ഞതിൻ്റെ ഫാക്ടർ എന്തൊക്കെയാണ്? 1, 2, 4. അതേപോലെ 8ൻ്റെ ഫാക്ടർ എന്താണ്? 1, 2, 4, 8. പിന്നെ 12ൻ്റെ ഫാക്ടർ എത്രയാണ്? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 വരും, 6 വരും, പിന്നെ എന്തോന്ന് വരും? പിന്നെ 12 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ഫാക്ടേഴ്സ് അവൈലബിൾ ആണ്? ഇതിൻ്റെ അകത്ത് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ അകത്തോ 4 ഫാക്ടേഴ്സ്. ഇതിൻ്റെ അകത്ത് 3, 6 ഫാക്ടേഴ്സ്. സോ നമുക്കിപ്പോൾ ഒരു വലിയൊരു സംഖ്യ തരാണ്, 1260 എന്ന് പറഞ്ഞൊരു വലിയ സംഖ്യ തരാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ഹൗ മച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ടൈം എടുക്കും. ഇപ്പോൾ 1, 2, 3 വെച്ച് പോകും, 3 വെച്ച് 8, 9 പോവും, 4 വെച്ച് പോവും. അങ്ങനെ നമ്മൾ നോക്കി കുറേ ടൈം വേസ്റ്റ് ആവും. അങ്ങനെ ആ ടൈം വേസ്റ്റ് ആവാതെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ 12 എടുക്കുകയാണ്. 12ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. ആദ്യം 2 വെച്ച് ചെയ്യും, 6, 2, 3, 3 പോവും. ദെൻ 12ൻ്റെ എത്രയാണ്? 2 × 2 × 2 × 3. സോ 2/2 × 3. ഇതാണ് നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ. സോ നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഈ പവർ കണ്ട ഇവിടെ 1, ഈ പവർ കണ്ട 2 + 1 ചെയ്തിട്ട് ഇൻറ്റു ഇവിടുത്തെ പവർ കണ്ട 1 + 1. അപ്പോൾ എത്ര? 3 × 2 എത്ര? 6 ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ? 6 ഫാക്ടേഴ്സ് അല്ലേ ഇവിടെ? ഇപ്പോൾ നമുക്ക് വലിയ വലിയ വാല്യൂസ് തരുമ്പോൾ നമുക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് സമയം കളയാനുണ്ടോ? ഇപ്പോൾ നമ്മൾ കാറ്റ് പോലത്തെ ഒരു എക്സാം അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അതിലിപ്പം ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ട് സമയം കളയൽ, എല്ലാ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യണം. അപ്പം ഇപ്പോൾ 36 വരെയാണ്, അല്ലെങ്കിൽ 64, അല്ലെങ്കിൽ 72 ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്തോ ആദ്യം 4 × 9 ചെയ്യും. 64 എത്ര? 8 × 8. സോ 2 × സ്ക്വയർ × 3 × സ്ക്വയർ. ഇതെത്ര? 2 × ക്യൂബും 2 × ക്യൂബും, അപ്പം 2/6. സോ നമ്മൾ ഇതെത്ര? 8 × 9 അല്ലെ 72. 2/3 3/2. ഇതല്ലേ നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ. സോ ഇത് നമ്മൾ എത്രയും സ്പീഡാക്കി നമ്മൾ ചെയ്യാൻ നോക്കണം. ഇപ്പം 8ൻ്റെ ആണെങ്കിൽ നമ്മൾ 3 ക്യൂബ്, അതല്ലേ ഇവിടെ 3 + 1 എത്ര ആവും? 4 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാം സ്പീഡായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ് ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 12ൻ്റെ പ്രൈം ഇപ്പം 36ൻ്റെ നോക്കിക്കോ. 36ൻ്റെ നമ്മൾ 1, 2, 3, 4, 6, 9, പിന്നെ എത്രയായാലും പോകും? 12, 18, പിന്നെ 36 ഇത്രയായിരിക്കും. സോ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുമ്പോഴേ നമ്മൾ എന്തോ ചെയ്യും? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? 1, 2. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഇതെന്താ 2ഉം 3ഉം അങ്ങനെ 2 ഫാക്ടറൈസ് ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? സോ ഇതേപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ n = 2/4 × 3/7 × 5/9 എന്ന് പറഞ്ഞ കൊടുത്തത്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കുക ആദ്യം നമ്മളടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഫൈൻഡ് ദി നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടേഴ്സ് എത്രയാണ്? പ്രൈം ഫാക്ടർ ഓഫ് ദി നമ്പർ എത്രയാണ്? പ്രൈം ഫാക്ടർ ഓഫ് ദി നമ്പർ ഇതെന്താ? ഓക്കെ, സോറി, പ്രൈമാണ്, പ്രൈസ് അല്ല, സോറി. പ്രൈം നമ്പർ ഓഫ് നമ്മൾ നേരത്തെ പ്രൈം നമ്പർ എന്നാണ് എഴുതിയത്. സോ പ്രൈം ഫാക്ടർ ഓഫ് n എന്തോന്നൊക്കെയാണ്? 2 വരും, 3 വരും, 5 വരും. സോ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 4 + 1 × 7 + 1 × 9 + 1 5 × 8 × 10. അപ്പോൾ എത്ര? 400 ആയിരിക്കും. സോ നമുക്ക് 400 ഫാക്ടേഴ്സാണ് നമുക്ക് കിട്ടിയത്. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര? 400 ഫാക്ടേഴ്സാണ് ഇതിനുള്ളത്, ടോട്ടൽ ഫാക്ടേഴ്സ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഓഫ് 90. 90യിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ 90 നമുക്ക് എത്ര? 45 ×
2 എന്ന് എഴുതാം. 45 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 5 ഇൻറ്റു 2 ദെൻ 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 2. സോ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് എത്രയാണ്? പ്രൈം ഫാക്ടേഴ്സ് എത്രയാണ്? പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ്? 3 അല്ലേ? 3, 5, 2 അങ്ങനെ 3 പ്രൈം നമ്പേഴ്സാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 + 1 ഇൻറ്റു 1 + 1 ഇൻറ്റു 1 + 1. ഏതൊക്കെ? ഈ 2ഉം അതിൻ്റെ കൂടെ 1 കൂട്ടി, ഈ 1 കൂട്ടി, ഈ 1ൻ്റെ കൂടെ 1 കൂട്ടി, ഈ 1ൻ്റെ കൂടെ 1 കൂട്ടി, അങ്ങനെ 3 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്ര? 6, 6, 2, 12 ഫാക്ടേഴ്സ് ആയിരിക്കും 90-ന് കാണുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നതാണ്. ഇല്ല, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുന്നുണ്ട്, ഇതിൽ നിർത്തുന്നില്ല. സോ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പേടിക്കണ്ട, മനസ്സിലാക്കി തരണത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 576. ഇതെവിടെ കേട്ടിട്ടില്ലേ? ഇത് 24ൻ്റെ സ്ക്വയർ അല്ലേ? 24 ഇൻറ്റു 24 അല്ലേ? 24നെ നമ്മൾ എന്തോന്ന് എഴുതും? 8 ഇൻറ്റു 3 ഇൻറ്റു 8 ഇൻറ്റു 3. അപ്പോൾ എത്ര? 2^3 ഇൻറ്റു 2^1 ഇൻറ്റു 2^3 ഇൻറ്റു 3^1. 8ന് എന്തോന്നാണ്? 2^3 അല്ലേ? ആ 2ൻ്റെ ക്യൂബ് അല്ലേ 8? അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ 2^6 ഇൻറ്റു 3^2. അപ്പോൾ നമ്മളെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 6 + 1 ഇൻറ്റു 2 + 1. അങ്ങനെ 7 ഇൻറ്റു 3 എത്ര? 21 ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് എത്ര എണ്ണം കിട്ടും? 2 എണ്ണം, 2ഉം 3ഉം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്തോന്നായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ആ കണ്ടീഷൻ എഴുതി വെച്ചോ. എന്തോന്നാണ്? നോട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചോ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ ഇതിനെ നമ്മൾ TNF എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സിന് TNF എന്തോന്നായിരിക്കും? വിൽ ബി ഓഡ് നമ്പർ ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെച്ചോയേ. ഇതേപോലെ നമുക്ക് 36 എടുത്ത് നോക്കാം. 36 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 4, 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ എത്ര? അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 3 ഇൻറ്റു 3 എത്ര? 9 ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 9 ഫാക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അടുത്ത് 64 എന്ന് പറഞ്ഞു ഒരു പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. അത് 8ൻ്റെ സ്ക്വയർ അല്ലേ? 8 ഇൻറ്റു 8. അപ്പം 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. അങ്ങനെ എന്തോന്നാണ് ഇതിൻ്റെ ടോട്ടൽ നമ്പർ? അപ്പോൾ എത്ര കിട്ടും? 2^6. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ എന്തോന്നാണ്? 6 + 1 7 ആയിരിക്കും നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളത് എഴുതി വെക്കേണ്ടതാണ് നോട്ടായിട്ട്. ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ, ഇപ്പം നമുക്ക് ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു 3 പ്രൈം നമ്പേഴ്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ പവർ വന്നിട്ട് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ. സോ ഈ ഈവൻ നമ്പർ പ്ലസ് 1 അതേ ഇൻറ്റു ഈവൻ നമ്പർ പ്ലസ് 1 നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എന്തോന്നാണ്? അതൊരു ഓഡ് ഇൻറ്റു ഓഡ് അല്ലേ? ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? ഒരു ഓഡ് നമ്പർ അല്ലേ? 3 ഇൻറ്റു 7 എത്ര? 21 അല്ലേ? അപ്പോൾ എന്തോന്നാണ്? മനസ്സിലായോ നമ്മളെ കോൺസെപ്റ്റ്? അപ്പം 36 എടുക്കുകയാണെങ്കിൽ 9 ഇൻറ്റു 4, 3ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 2 + 1 ഇൻറ്റു 2 + 1 എത്രയാണ്? ഓടും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ എന്തോന്ന് കിട്ടി? 3 ഇൻറ്റു 3 9 കിട്ടി. 9 എന്തോന്നാണ്? ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏതൊരു നമ്പർ എടുത്താലും, ഏതൊരു പെർഫെക്റ്റ് സ്ക്വയർ എടുത്താലും അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്തോന്നായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും.